ഓണമൊക്കെ ആവാറായില്ലേ? അപ്പോൾ നമുക്ക് മുല്ലപ്പൂ ചെയ്തെടുത്താലോ? അതിനായിട്ട് നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. ടിഷ്യൂ പേപ്പർ ഇതേ നടുക്കിലൂടെ മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുമാതിരി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലൊരു പീസ് എടുത്തിട്ട് നമുക്ക് നടുക്കിലൂടെ ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന മാതിരി മടക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു തിക്നെസ് എത്തുമ്പോൾ അതിൻ്റെ രണ്ട് എൻഡും ഒന്ന് ഓവൽ ഷേപ്പിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എൻഡും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അടുത്ത എൻഡ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് കട്ടിൻ്റെ ഇടയിലും ഒരു ചെറിയ ഗ്യാപ്പ് ഇടണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പെറ്റൽസ് എല്ലാം വേറെ വേറെ ആയിപ്പോവും. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ കട്ട് വരാത്തതായിട്ട് കാണും. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുക. ഇനി നമുക്ക് പതുക്കെ പതുക്കെ ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളൊരു ലുക്ക് ഇങ്ങനെയാണ്. ഇനി ഒരു മുല്ലപ്പൂവിൽ യൂഷ്വലി 5 or 6 ഇതളുകളാണ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓരോ സെറ്റും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പൂവിനുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു ഒരുമിച്ച് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നടുക്കിലൊന്ന് പിരിച്ചു കൊടുക്കാം. ഈ നടുക്കിൽ പിരിച്ചു കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാപ്പ് ഗ്രീൻ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ സ്റ്റെമ്മിന്. പക്ഷേ ഞാനിവിടെ അടുപ്പിച്ച് കോർക്കാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ കളറാക്കി കൊടുക്കുന്നില്ല. കാരണം കളറാക്കിയാലും ആക്കിയില്ലെങ്കിലും കാണാൻ പോകുന്നില്ല പുറത്തേക്ക്. നിങ്ങളിനി ഗ്യാപ്പ് ഇട്ടിട്ടാണ് കോർക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ കളർ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ പൂക്കളും ഇതുമാതിരി ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ പൂക്കളുടെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുക. ഇനി നമുക്കൊരു സൂചിയും നൂലും എടുത്തിട്ട് ഈ പൂക്കളൊക്കെ ഒന്ന് കോർത്തെടുക്കാം. നിങ്ങൾക്ക് അതല്ലാതെ കെട്ടാൻ അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ കെട്ടിയെടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ പൂക്കളായിട്ട് കോർക്കുകയാണ്. ആദ്യത്തെ പൂവ് കോർക്കണതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം കേട്ടോ അടുത്ത പൂവ് കോർക്കാൻ. എന്നാലേ ഭയങ്കര ഫിൽഡായിട്ടുള്ള ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുമാതിരി ഓരോ പൂക്കളും കോർത്ത് 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 നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാ പൂക്കളും കോർത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മുല്ലപ്പൂവിൻ്റെ ലുക്ക് കാണുന്നുണ്ടാവും. ഒറിജിനൽ പോലെ തോന്നും കേട്ടോ. നല്ല അടുപ്പിച്ച് കോർത്ത മുല്ലപ്പൂ മാതിരി തന്നെ ഉണ്ട് കാണാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുറച്ച് ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. നല്ല ലെങ്ത്തുള്ള മുല്ലമാല തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.